ഹലോ ഗൈസ്, യു ആൻഡ് മീ ടോക്സിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിശന്ന് കുടൽ കയറിയിരിക്കുമ്പോൾ ഞങ്ങളൊന്ന് പുറത്തു പോയി നേരെ പോയത് കേരള ഹട്ട് നോർത്താംപ്ടണിലായിട്ടാണ്. അത് UK തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പം നമ്മളെ കൂടെ കൂട്ടിയിരുന്ന ജിബിൻ ചേട്ടനെയും മെറിനെയും ജോഷിക്കുട്ടനെയും ആയിരുന്നു. ഞങ്ങൾ നേരെ കടയിൽ കയറി. നല്ല സ്പേഷ്യസ് ഒരു കടയായിരുന്നു. നല്ലൊരു കേരള വൈബൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ്സ് എല്ലാം മുകളിലായിട്ടാണ് അവർ വരുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് കുടിച്ചത് തന്നെ കള്ളാണ്, നല്ല നാടൻ കള്ള്. പക്ഷെ പോരായിരുന്നു എന്ന് തന്നെ ഞാൻ പറയും, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കള്ള്. കൂടെ നമ്മളൊരു സൂപ്പ് ഓർഡർ ചെയ്തിരുന്നു. സൂപ്പ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ നല്ലൊരു ചട്ടിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു ക്രാബ് ഫ്രൈ, പിന്നെ നമ്മുടെ ഒരു ചട്ടിച്ചോറ് തന്നെ. ഇത് സീ ഫുഡ് ചട്ടിച്ചോറെന്നാണ് പറയുന്നത്. ഇത് മെറിനൊരു സീ ഫുഡ് ഫാൻ ആയതുകൊണ്ട് അവളുടെ ഒരു ആഗ്രഹപ്രകാരം വാങ്ങിയതാണ്. പിന്നെ നമ്മൾ വാങ്ങിയിരുന്നത് കപ്പ ബിരിയാണി, പിന്നെ നല്ലൊരു ആവോലി, എന്തൊരു ഫിഷ് പൊള്ളിച്ചതും, പിന്നെ പൊറോട്ടയായിരുന്നു. വിശപ്പിന് വിളി താങ്ങാനാവാത്തതുകൊണ്ട് പകുതി സംഭവങ്ങൾ കഴിച്ചതൊന്നും ഒരു ടേസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല വിശപ്പായിരുന്നു എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഫിഷ് പൊള്ളിച്ചതും ട്രൈ ചെയ്തു. അതും എല്ലാം നല്ലതായിരുന്നു കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല അഭിപ്രായമായിരുന്നു. മെയിൻ കോഴ്സസ് വന്നതെല്ലാം അത്യാവശ്യം നല്ലതായിരുന്നു. സൂപ്പർ. എന്റെ പൊന്നു ജിൻസി, അടാർ ഫുഡ്, അടിപൊളി ക്രാബ്. പറയട്ടെ, ഇതൊരു സീ ഫുഡ് ചട്ടിച്ചോറാണ്. കക്കയുണ്ട്, ഫിഷുണ്ട്, ക്രാബുണ്ട്, പിന്നെ തോരൻ, പ്രോൺസ്, ഫിഷ്, അത്രയും. ഇത് കഴിച്ച് നമ്മൾ നല്ലൊരു ഫലൂഡ, മാംഗോ ഫലൂഡയാണ് വാങ്ങിയത്. സംഭവം കിടുവായിരുന്നു, രക്ഷയിലായിരുന്നു. അടിപൊളി അടിപൊളി മീൻസ് അടിപൊളി. മാങ്ങയ്ക്ക് ഇത്രയും വിലയുള്ള നാട്ടില് ഇവരെങ്ങനെ ഇത്രയും മാങ്ങ ഇടുന്നതാണ് എനിക്കറിയുന്നത്. ഇവിടെ മത്സരമാണ്. സൂപ്പർ ഫലൂഡയാണ്, രക്ഷയില്ല. അപ്പൊ അപ്പക്ക് ഫുഡ് എങ്ങനെയാണ്? 100 മാത്രം. നമ്മൾ പേയ്മെന്റ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങാതെ നമ്മൾ 2 ഫലൂഡേനെ കൂടെ കൂടിയിട്ട് നമുക്ക് അത്രയ്ക്ക് ഫലൂഡ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. പിന്നെ ഫുഡിന് ഇത്തിരി കോസ്റ്റ് കൂടുതലായിട്ട് തോന്നി. ഈവൻ ദോ ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്കതിനൊരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഇനിയും നല്ല വീഡിയോകൾ ഞങ്ങൾ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.